ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേറെ ലെവലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് നാന്ദി. ട്വിസ്റ്റ് പ്രേമികള് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു കിടിലൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കഥയാണിത്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകള് നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാന് ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോ നമ്മൾ തുടങ്ങുകയല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് നേരെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ നമ്മുടെ ഹീറോ ചെയ്ത കുറ്റം എന്താണെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ജയിലിൽ വെച്ചിട്ട് ഫിസിക്കൽ ചെക്കിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം നേരെ സെല്ലിൽ അടയ്ക്കുകയാണ്. അങ്ങനെ 5 വർഷത്തോളം സൂര്യ ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് സൂര്യ അധികമായിട്ട് ആരോടും സംസാരിക്കാറില്ല. അതുപോലെ എന്ത് കുറ്റം ചെയ്തിട്ടാ ജയിലിലേക്ക് വന്നത് അതും ആർക്കും അറിയില്ല. അപ്പോഴാണ് അതേ ജയിലിലേക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. അതായത് ഇവൻ ചെയ്ത കുറ്റം എന്താന്ന് വെച്ചാല് ഒരു സിനിമാ നടിയെ കുറിച്ചിട്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു ഗോസിപ്പ് തള്ളിവിട്ടിട്ടുണ്ട്. അവന്റെ നല്ല സമയത്തിന് ആ ഒരു നടി കേസ് കൊടുത്തിട്ട് അവനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതാണ്. ഇവന്റെ പേരാണ് പ്രശാന്ത്. അങ്ങനെ പ്രശാന്തിനെ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോ സൂര്യ ആക്കിയിട്ടുള്ള അതേ സെല്ലിലാണ് അവനെയും കൊണ്ടുവന്നാക്കുന്നത്. സെല്ലില് കയറുകൊണ്ട് തന്നെ പ്രശാന്ത് നേരെ ഹീറോയുടെ അടുത്ത് പോയിട്ട് ഞാനൊരു വലിയ യൂട്യൂബർ ആണെന്നും അവനൊന്ന് പരിചയപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും സൂര്യ കേട്ട ഭാവം നടിക്കുന്നില്ല. പിന്നീട് ഹീറോ തുണി അലക്കി ആറിയിടുമ്പോഴൊക്കെ ഹീറോയുടെ വീടിനെ കുറിച്ചും ഫാമിലിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയുടെ മുഖത്ത് എന്തോ വല്ലാത്തൊരു ദേഷ്യം മാത്രം നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി പ്രശാന്ത് ഭക്ഷണമായി കഴിക്കാൻ നോക്കുമ്പോൾ ആ ഒരു ഹാളില് ഭയങ്കര ഒച്ചപ്പാടാണ്. അപ്പോഴാണ് ഹീറോ പുറത്തു പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഹീറോയുടെ പിന്നാലെ അവനും പോവാണ്. എന്നിട്ട് ഹീറോയുടെ അരികിലിരുന്നിട്ട് വീണ്ടും ഒന്ന് സംസാരിച്ച് നോക്കുന്നുണ്ട്. എവിടെ ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പോഴാണ് പ്രശാന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചോറ് 2 ഉരുളയാക്കിയിട്ട് ആ ഒരു പ്ലേറ്റ് ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ ഹീറോ നോക്കിങ്ങനെ നിൽക്കുമ്പോൾ പ്രശാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഇവനെന്താ കിളി പോയിട്ടുണ്ടോ? 2 ഉരുള ചോറ് മാറ്റിവെക്കാന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? എന്റെ അവസ്ഥ ചേട്ടൻ അറിയോ? എനിക്ക് ചെറുപ്പം മുതലേ വേണ്ടതൊക്കെ കഷ്ടപ്പെട്ട് നേടിത്തന്ന എന്റെ അച്ഛനും അമ്മയും ഞാനൊന്ന് വലുതായി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ അവര് 2 പേരും ഒരു ആക്സിഡന്റിലെ എന്നെ വിട്ടുപോയി. എനിക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്റെ അച്ഛനും അമ്മയും വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ അവരെന്നെ വിട്ടുപോയപ്പോ അതിനുശേഷം എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കോ അപ്പോഴൊക്കെ 2 ഉരുള മാറ്റി വെക്കാറുണ്ട്. ഒന്ന് എന്റെ അച്ഛനും ഒന്ന് എന്റെ അമ്മയ്ക്കും. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ കൈകൊണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഇത് മാത്രല്ലേ. അപ്പോ എന്റെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടാറുണ്ട്. അത് കേട്ടപ്പോ ഹീറോയ്ക്കും വല്ലാതെ സങ്കടാവുന്നുണ്ട്. ഹീറോയുടെ മുഖം കണ്ടാലറിയാം ഹീറോയുടെ ലൈഫിലും എന്തോ ഒരു വലിയ ട്രാജഡി സംഭവിച്ചിട്ടുണ്ട്. അത് ഓർത്തിട്ട് ആ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആ ഒരു ഫുഡ് കൊണ്ടുപോയിട്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. അത് കണ്ടപ്പോ പ്രശാന്ത് ചോദിക്കുന്നുണ്ട്, അല്ലേ ബ്രോ എന്ത് പറ്റി? ഞാൻ നിങ്ങളെ ഹേർട്ട് എന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞോ? എന്നാല് സാധാരണത്തെ പോലെ തന്നെ അവൻ പറയുന്ന പോലും ശ്രദ്ധിക്കാതെ ഹീറോ നേരെ തന്റെ സെല്ലിലേക്ക് പോവാണ്. നമ്മുടെ ഹീറോയുടെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അങ്ങനെ സെല്ലിൽ എത്തിയ ശേഷവും ഹീറോയുടെ മൈൻഡിലൂടെ പോകുന്നത് തന്റെ ഫാമിലിയിലെ ചില ഓർമ്മകളാണ്. തന്റെ അച്ഛനും അമ്മയും തന്നോട് പറഞ്ഞിരുന്ന തന്റെ നല്ല നിമിഷങ്ങളൊക്കെ പെട്ടെന്ന് എന്തോ ഓർമ്മ ഹീറോയെ വല്ലാണ്ട് ഹോണ്ടിയാണ്. അങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് വല്ലാതെ ഡിസ്റ്റർബായ ഹീറോയെ കണ്ടപ്പോ പ്രശാന്ത് ഹീറോയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രശാന്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തോ ഓർമ്മകളുണ്ട്. അത് മനസ്സിൽ തന്നെ നിങ്ങൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾക്ക് സമാധാനമില്ലാതെ. പറ്റുകയാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യേ. അപ്പോ ശരിക്കും നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോ ഹീറോ ഇത്രയും നാള് എന്തൊക്കെയാണ് ഹീറോയുടെ മനസ്സിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഓർത്ത് സഹിക്കാൻ പറ്റാതെ പ്രശാന്തിനെ കെട്ടിപ്പിടിച്ച് ഹീറോ കരയാണ്. അതിനുശേഷം തന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ആ ഒരു ഫ്ലാഷ് ബാക്ക് പ്രശാന്തിനോടും അതുപോലെ നമ്മളോടായിട്ട് പറയാണ്. 5 വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ ഹീറോയുടെ ഫാമിലിയാണ് നമ്മൾ കാണുന്നത്. ഹീറോയുടെ കുടുംബം എന്ന് പറയുന്നത് തന്റെ അച്ഛനും അമ്മയും മാത്രം അടങ്ങുന്നതാണ്. അച്ഛനും അമ്മയും അവര് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഹീറോയെ പഠിപ്പിച്ചത്. അങ്ങനെ കുറെ നാളത്തെ അന്വേഷണത്തിന് ശേഷം നമ്മുടെ ഹീറോയ്ക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 1 മാസത്തിന് ശേഷം ആദ്യ മാസത്തെ സാലറി തന്റെ അമ്മയ്ക്ക് ഹീറോ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് മാത്രല്ല അമ്മയ്ക്ക് കുറച്ച് ഗിഫ്റ്റും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കുളിക്കാൻ പോയിരിക്കുക. അപ്പൊ ഹീറോ അമ്മയെ അച്ഛൻ വരുന്നതിന് മുൻപ് അച്ഛന് വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം. അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ? അതൊക്കെ ഉണ്ട്. അങ്ങനെ ഹീറോയും ഹെൽപ്പ് ചെയ്തിട്ട് അച്ഛന് വേണ്ടി ഒരു ഓംലെറ്റ് റെഡിയാക്കാണ്. അങ്ങനെ അച്ഛന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ, അല്ല മോനെ എന്താ ഇത്? ഇപ്പോ കുറെ നാളായിട്ട് ഞാനിത് കഴിക്കാറില്ലടാ. അപ്പൊ ഹീറോ, എനിക്കറിയാച്ചാ എനിക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ എപ്പോഴെങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ശീലം മുഴുവനായിട്ട് ഇല്ലാതാക്കിയ. എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടണം, ഞാൻ നന്നായിട്ട് പഠിക്കണം, ആ ഒരൊറ്റ
ആഗ്രഹം കൊണ്ടല്ലേ അച്ഛന്റെ ചെറിയ സന്തോഷം പോലും ജീവിതത്തിൽ നിന്ന് വേണ്ടാന്ന് വെച്ചത്. ഇപ്പോ എന്റെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയില്ലേ, ഇനിയും അച്ഛന്റെ ചെറിയ ആഗ്രഹങ്ങള് വേണ്ടാന്ന് വെക്കണ്ട, ഇടയ്ക്കൊക്കെ നമുക്ക് ലൈഫ് അടിച്ചു പൊളിക്കാന്ന്. അങ്ങനെ അച്ഛന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛനാണെങ്കില് തന്റെ മകന്റെ ആദ്യ ശമ്പളത്തില് തനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തന്നില്ലേ, ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മ വരുന്നത്. അപ്പൊ അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് നിന്റെ മോൻ എന്താ വാങ്ങി തന്നെ? അപ്പോൾ അമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എനിക്ക് എന്റെ മോന് നല്ല അടിപൊളി പൗഡറും അതുപോലെ ഫെയർ ആൻഡ് ലവ്ലിയും വാങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും വല്ലാതെ ഹാപ്പി ആവാണ്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, നമുക്ക് ദൈവം കുറെ സമ്പത്തൊന്നും തന്നിട്ടില്ലെങ്കിലും പൊന്നുപോലെ ഒരു മോനെ തന്നില്ലേ, ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? അങ്ങനെ അടുത്ത ദിവസം അവര് 3 പേരും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നത്. അവളെ കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവളുടെ മേലെ ഇഷ്ടം സ്റ്റാർട്ട് ആവാണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് മീനാക്ഷി. അങ്ങനെ മീനാക്ഷിയെ ഹീറോ ഫോളോ ചെയ്യാൻ തുടങ്ങാണ്. ഹീറോ ഒറ്റയ്ക്കല്ല, കൂടെ തന്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ കുറെ നേരമല്ല ആ കുട്ടിയുടെ പിന്നാലെ, എന്താ അവൾ ഇഷ്ടായ? ആടാ എങ്ങനെയിപ്പോ അവളുടെ ഒന്ന് പറയാ. അങ്ങനെ വീണ്ടും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നാല് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ അവളെ അവിടെ എവിടെയും കാണാനില്ല. അല്ലടാ അവളിതിപ്പോ എങ്ങോട്ട് പോയേ? അപ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ഓപ്പോസിറ്റ് വന്നിട്ട്, ചേട്ടാ ഒന്ന് സ്ഥലം തിരുന്ന് ചോദിച്ചിട്ട് ക്രോസ് ചെയ്ത് പോന്നേ. അല്ല ഇതേതാ പെണ്ണ് നോക്കുമ്പോ അത് വേറെ ആരുമല്ല, അവര് ഫോളോ ചെയ്ത് വന്ന മീനാക്ഷി തന്നെയാണ്. അത് കേട്ടപ്പോ ഹീറോ, അല്ല അവളിപ്പോ എന്ത് പറഞ്ഞിട്ട് പോയേ? ഏട്ടാന്നോ? ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ അവളിപ്പോ എന്നെയാണോ ഏട്ടാന്ന് വിളിച്ചേ? അയ്യേ നിന്നെയല്ലടാ, അവൾ എന്നെ ഏട്ടാന്ന് വിളിച്ചേ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഫോളോ ചെയ്തോ. അപ്പൊ ഹീറോ ഫോളോ ചെയ്യാന് അവളെവിടെ? അവൾ ഇന്നലെ വീട് പിടിച്ചിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ തിയേറ്ററിലേക്ക് ഒരു സിനിമ കാണാൻ വന്നതാണ്. അപ്പോ അതേ തിയേറ്ററിലേക്ക് നമ്മുടെ മീനാക്ഷി വന്നിട്ടുണ്ട്. എന്നാൽ തിയേറ്ററിലാണെങ്കിൽ നല്ല തിരക്കാണ്. ആഹാ ഈ ഒരു തിരക്കിൽ പോയിട്ട് എങ്ങനെ ഇപ്പോ ടിക്കറ്റ് എടുക്കാന്ന് അവള് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ആ ഒരു ലൈനില് നമ്മളെ ഹീറോയെ കാണുന്നേ. അവള് നേരെ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട്, ചേട്ടാ ചേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? അപ്പൊ ഹീറോയും, അല്ല ഇവളിപ്പോ എന്നെ തന്നെയാണോ ചേട്ടാന്ന് വിളിക്കുന്നത്? അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അവള് പറയുന്നുണ്ട്, ചേട്ടാ ചേട്ടനോട് തന്നെ എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരുമോ? അങ്ങനെ ഹീറോയ്ക്ക് പൈസ കൊടുക്കുമ്പോ, കുരുപ്പേ നീ എന്നെ ചേട്ടനാക്കിയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മീനാക്ഷിക്കും അവളുടെ കൂട്ടുകാരികൾക്കും ആ ഒരു ടിക്കറ്റ് വാങ്ങിക്കൊടുക്കാണ്. അവര് പോയി കഴിഞ്ഞപ്പോ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അളിയാ അവൾ എന്നെയല്ലാട്ടാ നിന്നെ തന്നെയാ ചേട്ടാന്ന് വിളിച്ചേ, മനസ്സിലായ കുരുപ്പേ, അത് വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കണ്ട. അങ്ങനെ അടുത്ത ദിവസം അച്ഛനും അമ്മയും കൂടി നമ്മുടെ ഹീറോയ്ക്ക് ഒരു പെൺകുട്ടിയെ നോക്കിയിട്ടുണ്ട്. അവളെ കാണാനായിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് തന്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് പോവാണ്. ആ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ അവിടെ നമ്മുടെ മീനാക്ഷി ഇരിക്കുന്നുണ്ട്. അവള് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടൻ എന്താ ഇവിടെ? അല്ല ചേട്ടനാണോ എന്നെ പെണ്ണ് കാണാൻ വന്നേ? ഹീറോയ്ക്ക് ദേഷ്യം വന്ന് അവിടുന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ മീനാക്ഷി ഹീറോയെ വിളിച്ചു പറയുന്നുണ്ട്, സൂര്യ ഞാൻ നിന്നെ വെറുതെ ഒന്ന് ടീസ് ചെയ്ത് നോക്കിയതല്ലേ, നമ്മള് കുറച്ച് ദിവസം മുമ്പ് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നില്ലേ, അതിനു മുൻപ് തന്നെ എന്റെ ഫാമിലിയിലേക്ക് നിങ്ങളുടെ ആലോചന വന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല എന്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് അമ്പലത്തിലേക്ക് എന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സൂര്യ നിങ്ങളോട് പറയാതെ ഒന്ന് വെറുതെ നിങ്ങളെ കളിപ്പിച്ച് നോക്കാന്ന് കരുതിയതാ. നിന്നെ ഹേർട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവര് ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ അവരുടെ ഫാമിലി ഒത്തുചേർന്ന് നിശ്ചയം നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോവാണ്. ആ ഒരു സമയത്താണ് ആ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ലോയറെ ഏതോ ഒരാള് നടുറോഡിൽ വെച്ചിട്ട് കുത്തി കൊലപ്പെടുത്തുന്നത്. ആ ഒരു മർഡർ നടന്നപ്പോ ആ ഒരു നാട് മുഴുവനായിട്ട് വല്ലാതെ ഭീതിയിലാവാണ്. ഇപ്പോ കൊല്ലപ്പെട്ട വക്കീലില്ലേ, അങ്ങേരെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങേര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘത്തിന്റെ നേതാവും ആ വക്കീലായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട വക്കീലിന്റെ ആ ഒരു ക്രൈം സീനിലേക്ക് ഒരു പോലീസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ഇങ്ങേരുടെ പേരാണ് കിഷോർ. അങ്ങനെ ക്രൈം സീനിൽ എത്തിയിട്ട് നമ്മുടെ വക്കീലിന്റെ ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് അസിസ്റ്റന്റ് ഓഫീസറോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം മരണപ്പെട്ട സമയം നോട്ട് ചെയ്തോ? അതുപോലെ CCTV വിഷ്വൽസ് കളക്ട് ചെയ്തോ? മരണപ്പെട്ട വക്കീലിന്റെ വീട്ടിൽ അറിയിച്ചോ? അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രസ് മീഡിയ തടിച്ചുവിടുന്നത്. അവർ കിഷോറിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരുന്ന ഒരു വക്കീലിനെ നടു റോട്ടിൽ വെച്ചിട്ട് ആരോ കൊലപ്പെടുത്തിയില്ലേ, എന്തിനു വേണ്ടിയിട്ടാ? ആരാ കൊലപ്പെടുത്തിയെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ കിഷോറും പറയുന്നുണ്ട്, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ, നിലവിൽ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അധികം വൈകാതെ കുറ്റവാളി ഞങ്ങൾ പിടിച്ചോളാം. അതും പറഞ്ഞിട്ട് കിഷോർ അവിടുന്ന് പോവാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു വക്കീലിന്റെ മരണച്ചടങ്ങ് നടക്കുകയാണ്. അങ്ങോട്ടേക്ക് മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. അങ്ങനെ മിനിസ്റ്റർ മീഡിയക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, വക്കീലിനെ കൊലപ്പെടുത്തിയ കൊലയാളിയെ അധികം വൈകാതെ പോലീസ് ടീം കണ്ടെത്തും. അതിനുശേഷം കിഷോറിനും കിഷോറിന്റെ ടീമിനും തീരെ സമാധാനമില്ല. മുകളിൽ നിന്ന് വല്ലാത്ത പ്രഷറാണ്. അപ്പോഴാണ് മരണപ്പെട്ട വക്കീലിന്റെ കോൾ ഹിസ്റ്ററി അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വക്കീല് രാവിലെ ഒരു ലാബിലേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് 4 പ്രാവശ്യം ഏതോ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കിഷോർ തന്റെ
അസിസ്റ്റന്റ് എസ്ഐയോട് പറയുന്നുണ്ട് വക്കീല് മരണപ്പെട്ട ദിവസം എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ അൺയൂഷ്വൽ ആയിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന്റെയൊക്കെ CCTV വിഷ്വൽസ് കിട്ടുകയാണെങ്കിൽ അതടക്കം അധികം വൈകാതെ എന്റെ കയ്യിൽ കിട്ടണം. കിഷോറിന്റെ ഉള്ളിലെ എന്തൊക്കെയോ സംശയമുണ്ട്. അങ്ങനെ നേരെ കിഷോർ പോകുന്നത് കൊല്ലപ്പെട്ട വക്കീലിന്റെ വീട്ടിലേക്കാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, ഈ അടുത്തായിട്ട് വക്കീലിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉള്ളതായിട്ടോ, ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പൊ ഭാര്യ പറയുന്നുണ്ട്, എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഹസ്ബൻഡിന് ശത്രുക്കൾ കുറവാണ്, അതായത് ആർക്കും ഒരു ഉപദ്രവം ചെയ്യണമെന്ന് അദ്ദേഹം കരുതിയിട്ടില്ല. എല്ലാ ജനങ്ങൾക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ദ്രോഹവും ചെയ്യാത്ത എന്റെ ഹസ്ബൻഡിനെ ഈ ഒരു വിധി വന്നത് എങ്ങനെയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവര് വല്ലാതെ ഇമോഷണൽ ആയി പോവാണ്. അപ്പോൾ കിഷോർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഹസ്ബൻഡിനെ ഡയറി എഴുതുന്ന ശീലം വല്ലതുണ്ടായിരുന്നോ? ഇല്ല സാറേ, അങ്ങനത്തെ ശീലം ഉണ്ടായിരുന്നില്ല. വക്കീലിന്റെ വീട്ടിൽ ചോദ്യം ചെയ്ത ശേഷവും പ്രത്യേകിച്ച് ഹെൽപ്പ് ആവുന്ന ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ കാണാൻ പോകുന്നത് ഹീറോയുടെ ഇളയച്ചനെയാണ്. ഇളയച്ചനോട് ഒരു 10 ലക്ഷം രൂപ ഹീറോ കടം ചോദിച്ചിട്ടുണ്ട്. അതായത് അച്ഛനും അമ്മയ്ക്കും സർപ്രൈസ് ആയിട്ട് ഒരു ഫ്ലാറ്റ് എടുക്കാനാണ്. എന്നിട്ട് ചെറിയച്ചനോട് പറയുന്നുണ്ട്, ചെറിയച്ച എനിക്കൊരു ലോണ് സാങ്ഷൻ ആയിട്ടുണ്ട്, അധികം വൈകാതെ ആ പൈസ കയ്യിൽ വരും. വന്ന ഉടൻ തന്നെ ഞാൻ ഈ വാങ്ങിയ പൈസ വേഗം കൊണ്ടു തന്നേക്കാം. അപ്പോൾ ചെറിയച്ചൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറിയില്ലേ, നിന്റെ മേലെയുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഒരു ഈടും വാങ്ങാതെ നീ ചോദിച്ച പൈസ മുഴുവനായിട്ട് ഞാൻ നിന്റെ കയ്യിൽ തന്നത്. തൽക്കാലം നീ ആദ്യം പോയിട്ട് നീ ആഗ്രഹിച്ച പോലെ നിന്റെ അച്ഛനെയും അമ്മയും സർപ്രൈസ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഹീറോ തിരിച്ചു പോകുന്നതിന് മുൻപ് മീനാക്ഷിയോട് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ, എന്റെയും അതുപോലെ നിന്റെയും അച്ഛനെയും അമ്മയും ഒരു ഹോട്ടലിലേക്ക് നമുക്കൊരു ഡിന്നറിന് കൂട്ടിക്കൊണ്ടുവരാം. അവിടെ വെച്ച് നമ്മൾ വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റിനെ കുറിച്ച് അവരോട് പറയാം. കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിയതറിയുമ്പോൾ അവര് വല്ലാതെ ഹാപ്പിയാവും. അടുത്ത സീനില് കൊല്ലപ്പെട്ട വക്കീലിനെ കുറിച്ചാണ് ജനങ്ങൾ മുഴുവനായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീഡിയയിലെ ഡിബേറ്റ് നടക്കുമ്പോൾ അവര് പറയുന്നത് വക്കീലിന്റെ യഥാർത്ഥ കൊലയാളിയെ പെട്ടെന്ന് കണ്ടെത്താന് നമ്മുടെ പോലീസിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, കേസ് CBIക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസിക്കോ ഉടനെ തന്നെ കൈമാറുന്നതാണ് നല്ലത്. എന്നാൽ എല്ലാ പ്രഷറും കൂടി നമ്മുടെ ഇൻസ്പെക്ടർ കിഷോറിന്റെ തലയിൽ കയറിയിട്ടില്ലേ. കമ്മീഷണർ വിളിച്ച് പറയുന്നുണ്ട്, 24 മണിക്കൂറിനുള്ളിൽ നീ തലകുത്തി നിന്നാലും വേണ്ടില്ല, ആ ഒരു കേസ് സോൾവ് ചെയ്യുക, കുറ്റവാളിയെ പിടിക്കുക, കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. അപ്പോഴാണ് നമ്മുടെ കിഷോർ CCTV വിഷ്വൽ ചെക്ക് ചെയ്യുമ്പോൾ എന്തോന്ന് കണ്ടിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോയും മീനാക്ഷിയും കൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിഷോറും മറ്റ് 4 പോലീസുകാരും വന്നിട്ട് ഹീറോയെ പിടിച്ചുവലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഹീറോ, അല്ല സാറേ ഞാൻ എന്താ ചെയ്തേ, മര്യാദക്ക് വണ്ടി കയറടാ. അങ്ങനെ ഹീറോയെ പിടിച്ചുവലിച്ച് കൊണ്ടുപോകുമ്പോ മീനാക്ഷിയോട് പറയുന്നുണ്ട്, മോള് വീട്ടിൽ പോ നോക്ക്. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, ഇനി പൊന്നുമോൻ പറ, എന്തിനാ വക്കീല് രാജഗോപാലിനെ നീ കൊലപ്പെടുത്തിയേ? അപ്പൊ ഹീറോ, സാറ് ഇതെന്താ പറയുന്നേ, ഞാന് ആരെ കൊലപ്പെടുത്തിയെന്ന്? വക്കീല് രാജഗോപാലോ? അയാൾ എനിക്ക് അറിയ പോലുമില്ലല്ലോ. അല്ല ഞാൻ എന്തിനാ അങ്ങേരെ കൊലപ്പെടുത്തുന്നേ? ചില ന്യൂസിലൊക്കെ അങ്ങേരെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് അങ്ങേരെ ഞാനൊന്ന് കണ്ടിട്ട് പോലുമില്ല. അപ്പോ കിഷോർ ഒരു CCTV വിഷ്വൽ കാണിച്ചു കൊടുത്തിട്ട്, അപ്പോ ഇതെന്താടാ? ഹീറോ നോക്കുമ്പോ ആ ഒരു വിഷ്വൽ എന്താന്ന് വെച്ചാല് വക്കീല് രാജഗോപാല് ഒരു ലാബിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങേരുടെ പിന്നാലെ തന്നെ നമ്മുടെ ഹീറോയും പോകുന്നുണ്ട്. അതുപോലെ മറ്റൊരു വിഷ്വലില് ഒരു സിഗ്നലില് രാജഗോപാല് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അയാളുടെ പിന്നാലെ നമ്മുടെ ഹീറോ ബൈക്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ അന്ന് രാത്രി അങ്ങേര് ഒരു ഹോസ്പിറ്റലിൽ ചെക്കിങ്ങിന് പോയിട്ടുണ്ട്. ആ സമയത്തും അയാളുടെ പിന്നാലെ നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നു. ഒരേ ദിവസം 3 സ്ഥലത്ത് നീ അങ്ങേരെ ഫോളോ ചെയ്തിട്ടുണ്ട്. നിന്റെ നിർഭാഗ്യത്തിന് അവിടെയൊക്കെ CCTV വിഷ്വൽ ഉണ്ടായിരുന്നു. എന്നാൽ CCTV ഇല്ലാത്ത ഒരു ഏരിയ നോക്കിയിട്ട് നീ അങ്ങേരെ കൊന്നു കളഞ്ഞല്ലേ, ഇതല്ലടാ സത്യം. അപ്പൊ ഹീറോ, സാറേ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ തോന്നല് മാത്രമാണ്. അന്ന് ഞാൻ ആ ലാബിൽ പോയത് എന്റെ അമ്മയുടെ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാനാ. രാത്രി ആ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് ഇല്ലേ, അത് ഡോക്ടറെ കാണിക്കാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. അല്ലാതെ നിങ്ങളീ പറയുന്ന വക്കീലിനെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അതുപോലെ ട്രാഫിക് സിഗ്നലില് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നില്ലേ, അത് എല്ലാവരും റെഡ് സിഗ്നൽ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്ത പോലെ ഞാനും വെയിറ്റ് ചെയ്തതാ. അല്ലാതെ സാറ് പറയുന്ന പോലെ ഞാൻ വക്കീലിനെ ഫോളോ ചെയ്തതൊന്നുമല്ല. ഇതൊക്കെ ഒരു കോഇൻസിഡന്റ് ആയിട്ട് സംഭവിച്ച കാര്യല്ലേ. ഈ ഒരു കൊലപാതകമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അത് കേട്ടപ്പോ കിഷോറിന് വല്ലാതെ പ്രഷറായിട്ട്, എടാ കോപ്പെ നീ ആരെയാ കളിപ്പിക്കാൻ നോക്കുന്നേ? അതും പറഞ്ഞ് ഹീറോ എടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. മര്യാദക്ക് കുറ്റം സമ്മതിച്ചോ? എന്നാൽ ഹീറോ എത്ര അടി കിട്ടിയിട്ടും സമ്മതിക്കുന്നില്ല. അപ്പൊ കിഷോർ, അങ്ങനെയാണെങ്കിൽ സമ്മതിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എന്നിട്ടൊരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ഇവനെ നമ്മുടെ സെല്ലിലേക്ക് കയറിയിട്ട് അവന്റെ ഞെട്ടും ബോൾട്ട് ഊരിയെടുക്ക്. ഇന്ന് രാത്രി തന്നെ അവൻ ചെയ്ത എല്ലാ കാര്യവും അവൻ സമ്മതിച്ചിരിക്കണം. അയാളാണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഹീറോയുടെ തൊലി പൊളിയുന്ന രീതിയിൽ അടിച്ചു പുതറിയിക്കുന്നുണ്ട്. വേദനയിലെ ഹീറോ അലറുന്നത് ആ ഒരു സ്റ്റേഷൻ മുഴുവനായിട്ട് കേൾക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നൊരു നിമിഷം ഹീറോയെ പിടിച്ചിട്ട് പോയതല്ലേ, എന്താ സംഭവിച്ചെന്നറിയാതെ ഹീറോയുടെ അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ ആ ഒരു സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ മീഡിയ മുഴുവൻ ചുറ്റി വളച്ചിട്ട്
അല്ല നിങ്ങളുടെ മകൻ തന്നെയാണോ ആ വക്കീലിനെ കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചിട്ട് അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്റെ മകൻ ആരെയും കൊന്നിട്ടില്ല, പോലീസിന് എന്തോ ചെറിയ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. അങ്ങനെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട് ഇൻസ്പെക്ടർ നിങ്ങളെ ഉള്ളിലേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേസ് എന്തായാലും നാളെ കോടതിയിലെടുക്കും. അപ്പോൾ മകനെ രക്ഷിക്കാൻ ഒരു വക്കീലിനെ കൂട്ടിയിട്ട് നേരെ കോടതിയിലേക്ക് ചെന്നാൽ മതി. അങ്ങനെ അടുത്ത ദിവസം ആ ഒരു കേസിന്റെ വാദം തുടങ്ങാണ്. എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങേര് പറയുന്നത് ഹീറോ തന്നെയാണ് വക്കീലിനെ കൊലപ്പെടുത്തിയെന്നാണ്. എന്നാൽ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്റെ മോൻ ആരെയും കൊന്നിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാറില്ല. അപ്പൊ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അച്ഛാ അവര് ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്തെങ്കിലും പറയാൻ പാടൂ. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട് സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല, പോലീസുകാരൻ കിഷോറാണ് ഞാനാണ് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ അർദ്ധരാത്രി പിടിച്ച് വലിച്ചുകൊണ്ടെന്നേ. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കില്ലേ, അപ്പൊ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് അല്ല സൂര്യയുടെ വക്കീലെവിടെ? അപ്പോൾ പ്രോസിക്യൂട്ടർ മേഡം ഇവനൊരു വക്കീലിനെ കൊലപ്പെടുത്തിയേ, അതുകൊണ്ട് ഒരു വക്കീലും ഇവന് വേണ്ടി വാദിക്കാൻ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് അല്ല ഇവൻ തന്നെയാണ് കൊലയാളിയെന്ന് നിങ്ങൾ എങ്ങനെയാ ഉറപ്പിച്ചേ, അത് തെളിയിക്കാനായിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? അപ്പോൾ അവരാ CCTV വിഷ്വൽസ് ഇല്ലേ അത് ജഡ്ജിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് അതൊരു കോയിൻസിഡന്റ് ആയിട്ടുള്ള എവിഡൻസ് മാത്രം, ഞാനല്ല വക്കീൽ രാജഗോപാലിനെ കൊലപ്പെടുത്തിയേ. അപ്പോൾ ഇൻസ്പെക്ടർ കിഷോർ പറയുന്നുണ്ട് എന്നാണോ ഇവൻ വക്കീൽ രാജഗോപാലിനെ കൊലപ്പെടുത്തിയത് അന്ന് തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ഇവന്റെ പേരിലും വാങ്ങിയിട്ടുണ്ട്. ആ ഒരു കൊലപാതകത്തിന് കിട്ടിയ പ്രതിഫലം തന്നെയാണ് ആ 10 ലക്ഷം. അപ്പൊ ഹീറോ അതിന് ആ പൈസ ഞാൻ എന്റെ ചെറിയച്ഛന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ. അപ്പൊ ജഡ്ജ് നിങ്ങളെ ഒന്നും മിണ്ടാതിരിക്കുവോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതി ഒരു വക്കീലിനെ നിയമിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ആ വക്കീൽ മുഖാന്തരം പറഞ്ഞാൽ മതി. എന്നിട്ട് 15 ദിവസത്തേക്ക് ഹീറോയെ റിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹീറോയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഹീറോയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെയും നിയമിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹീറോയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അറിയാതെ ഹീറോയുടെ കണ്ണ് നിറയുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ട ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവര് മീഡിയയുടെ മുമ്പ് പറയുന്നുണ്ട് എന്റെ മകൻ ആരെയും കൊന്നിട്ടില്ല, അവനൊരു നിരപരാധിയാ, ആരെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കേ. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഹീറോയെ ജയിലിലേക്ക് കൊണ്ടുപോയ ശേഷം വീണ്ടും ക്രൂരമായിട്ട് കുറ്റം സമ്മതിക്കാനും പറഞ്ഞിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ എത്ര അടികൊണ്ടിട്ടും എത്ര വേദനയായിട്ടും ഹീറോ സമ്മതിക്കുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഹീറോയുടെ അച്ഛനും അമ്മയിലെ അവര് ശരീരത്തില് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഞങ്ങളുടെ മകന് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ അവസ്ഥയിലായിരിക്കും വീട്ടിൽ നിൽക്കാൻ പോകുന്നത്, ഇനി ആരെങ്കിലും വീട്ടിലേക്ക് വരാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ മകന് നീതി കിട്ടിയിട്ടില്ലെങ്കിലോ ഞങ്ങളെ തന്നെ ചുട്ടു ചാമ്പലാക്കും. അതേ സമയത്ത് പോലീസ് അടിച്ചടിയില് ഹീറോയുടെ ബോധം പോയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ കിഷോർ അല്ല ഇവന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിരുന്നോ? ഒന്നും കൊടുത്തില്ല സാറേ, എന്നാ നീ പോയി വാങ്ങിയിട്ട് വാ. എന്നിട്ട് ഹീറോയുടെ അരികിൽ പോയിട്ട് ഹീറോയോട് പറയുന്നുണ്ട് വെറുതെ എന്തിനാ ഇങ്ങനെ വേദന തിന്നുന്നേ, നീ ഒന്ന് സമ്മതിച്ചാൽ മതി. എന്നാൽ ഹീറോ പകുതി ബോധത്തിലാണെങ്കിലും ഹീറോ സൈൻ ചെയ്യുന്നില്ല. നിന്റെ വാശി നീ കയ്യിൽ വെച്ചാതെന്ന് പറഞ്ഞ് വീണ്ടും ഹീറോ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് ഹീറോയെ നേരൊരു ഫോറസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വക്കീലിനെ കൊല ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് അവരൊരു ആയുധം ഫ്രെയിം ചെയ്തിട്ട് അത് ഹീറോ തന്നെയാണ് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് അവരൊരു ഫേക്ക് എവിഡൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാണ്. അപ്പോഴും ഹീറോ പറയുന്നത് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇപ്പോ ഹീറോയുടെ ഭാഗം വാദിക്കാന് ഒരു വക്കീലിനെ കോടതി നിയമിച്ചിട്ടില്ലേ, ആ ഒരു വക്കീല് പറയുന്നുണ്ട് എന്റെ കക്ഷിയുടെ ഭാഗം പഠിക്കാനായിട്ട് ഒരു 4 ദിവസം എനിക്കൊന്ന് അനുവദിക്കണം. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് പോലീസ് എന്നെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് ആ ഒരു കൊലപാതകം ഞാനാ ചെയ്തെന്ന് എന്നോട് സമ്മതിക്കാൻ പറഞ്ഞു. എന്നാൽ എത്ര മേലും നൊന്നിട്ടും ഞാൻ സമ്മതിച്ചില്ല. അതിനുശേഷം ഈ പോലീസ് ടീം തന്നെ എന്നെ ഒരു ഫോറസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരു കത്തിയും അതുപോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അത് ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാണ് ഞാനാണ് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് അവര് ഫേക്ക് എവിഡൻസ് ഉണ്ടാക്കിയിട്ട് ഫ്രെയിം ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പൊ ജഡ്ജ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഡയറക്റ്റ് നിങ്ങളെ വക്കീലിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹം നിങ്ങളെ കാണാൻ ജയിലിലേക്ക് വന്നോളൂ. അങ്ങനെ വീണ്ടും കുറച്ചധികം നാള് ഹീറോ ജയിലിൽ തന്നെ ആയിപ്പോവാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം പോലീസ് ടീം നമ്മുടെ ഹീറോയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. എന്താ സംഭവിച്ചു നോക്കുമ്പോൾ ഹീറോയുടെ അച്ഛനും അമ്മയും തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഹീറോയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഹീറോയ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയും നല്ല രീതിയിൽ നോക്കണമെന്ന് ഹീറോ കരുതിയതാണ്. എന്നാൽ വിധിയിപ്പ് എവിടെ എത്തി, തന്റെ അച്ഛനും അമ്മയ്ക്കും ചടങ്ങുകൾ ചെയ്യാണ്. അങ്ങനെ തകർന്നു നിൽക്കുന്ന നമ്മുടെ ഹീറോയുടെ അരികിലേക്ക് ആ ഒരു ഇൻസ്പെക്ടർ വന്ന് പറയുന്നുണ്ട് എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല, അത്രത്തോളം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രഷർ തലയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കൊടുക്കേണ്ടി വന്നത്. സാധാരണ ഒരു കൊലപാതകത്തിന് 15 വർഷം വരെയാണ് ശിക്ഷ കിട്ടുക. എന്നാൽ ഇതുവരെ നിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം സംഭവിക്കാത്തതുകൊണ്ട് നല്ല നടപ്പിന്റെ പേരില് നിനക്ക് ശിക്ഷ കുറഞ്ഞു കിട്ടും. കൂടിപ്പോയാൽ ഒരു 6 വർഷം സമാധാനത്തിൽ നിനക്ക് പുറത്തു വരായിരുന്നു. ഇതായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നാൽ നിന്റെ അച്ഛനും അമ്മ എന്താ ചെയ്തേ, മകന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവര് തീ കൊളുത്തെന്നും പറഞ്ഞ് മേത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് മീഡിയയുടെ മുമ്പിൽ ഷോ ഇറക്കാൻ തുടങ്ങി. അപ്പോ വീണ്ടും സമാധാനം പോയി. സമാധാനം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാ മണ്ണെണ്ണയിൽ കുളിച്ചു നിന്ന നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടിന്റെ ഉള്ളിലേക്ക് ഞാനൊരു സിഗരറ്റ് അങ്ങ് ഇട്ടുകൊടുത്തേ. ഹീറോയുടെ നെഞ്ച് തകർന്നിട്ട് കിഷോറിന്റെ കൊങ്ങൊക്കെ പിടിക്കുകയാണ്. എന്നാൽ അയാളൊരു പോലീസുകാരനല്ലേ,
അങ്ങനെ ഹീറോയുടെ തലയിൽ വീണ്ടും കുറേയധികം കേസുകൾ വെച്ചു കൊടുക്കാണ്. അങ്ങനെ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ ഒരു ജയിലിൽ ഞാൻ കുടുങ്ങി കിടക്കുന്നതെന്ന് ഹീറോ പ്രശാന്തിനോട് പറയുന്നുണ്ട്. ഒരു 2 പ്രാവശ്യം ഈ ഒരു ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോകാന് ഞാൻ ട്രൈ ചെയ്തതാ. പുറത്തിറങ്ങിയാല് ഉറപ്പായിട്ടും ആ ഒരു പോലീസുകാരനില്ലേ കിഷോർ, എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചവൻ, അവനെ ഞാൻ കൊന്നുകളയും. എന്നാൽ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. വീണ്ടും എന്റെ കേസിന്റെ വാദം നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു 10 ലക്ഷം രൂപ എന്റെ ചെറിയച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നില്ലേ എനിക്ക് ഫ്ലാറ്റ് വാങ്ങാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് ചെറിയച്ഛനെ കോടതിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ കോടതിയിൽ വെച്ച് അങ്ങേര് സാക്ഷി പറഞ്ഞത് അങ്ങേര് എനിക്ക് പൈസ തന്നിട്ടേ ഇല്ലാന്നാണ്. ഞാൻ കരുതിയിരുന്നത് ആ ഒരു CCTV വിഷ്വൽസ് മാത്രമായിരിക്കാം എനിക്ക് എതിരുള്ള തെളിവുകളെന്നാണ്. എന്നാൽ ചെറിയച്ഛനും കൂടി പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ തകർന്നുപോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ജയിലിലേക്ക് മീനാക്ഷിയും മീനാക്ഷിയുടെ അച്ഛനും അതുപോലെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിലെ അവര് 3 പേരും വരുന്നത്. ഹീറോയുടെ മനസ്സൊന്ന് സമാധാനിപ്പിക്കാൻ വന്നതെന്ന് നമ്മൾ കരുതുമ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നത്, മോനെ നീ ഇപ്പം അടുത്തൊന്നും പുറത്തു വരുന്നതായിട്ട് തോന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നീ ഇന്ന് പുറത്തു വരും, നാളെ പുറത്തു വരും, നിന്നെയും കാത്തിട്ട് ഈ പെൺകുട്ടി കല്യാണം കഴിക്കാതെ വെയിറ്റ് ചെയ്യാണ്. ഇനിയും നിന്റെ പേരും പറഞ്ഞ് ഇവള് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ നല്ലൊരു ആലോചന അവൾക്ക് വന്നിട്ടുണ്ട്, നീയൊന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ ഹീറോ, മീനാക്ഷി അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ, ഞാനിനി പുറത്തു വരുവോ എപ്പോഴാ വരിക ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്നെ ഓർത്തിട്ട് നിന്റെ ലൈഫ് നീ നശിപ്പിക്കണോ? മീനാക്ഷി കരഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. അപ്പൊ ഹീറോയോട് നന്ദിയും പറഞ്ഞ് മീനാക്ഷിയുടെ അച്ഛനും പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട്, നിന്നെ സമാധാനിപ്പിക്കാനാ നിന്നെ കാണുന്നെന്ന് അവര് പറഞ്ഞെന്ന കരുതിയേ, അതാ ഞാൻ കൂട്ടിട്ട് വന്നേ. അപ്പൊ ഹീറോ, അതിനാ പെൺകുട്ടിയും അവളുടെ അച്ഛനും ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ, നിന്നോടും എനിക്കിത് തന്നെയാ പറയാനുള്ളത്. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നീയും ഇടക്കിടക്ക് എന്നെ കാണാൻ വരുന്നില്ലേ, അതും നിന്റെ ലൈഫിന് നല്ലതല്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ജീവിതത്തില് എന്നോട് ചേർത്ത് വെച്ച എല്ലാരും എന്നെ വിട്ടുപോവാണ്. ഞാൻ കാരണം നിന്റെ ലൈഫിലൊരു ചെറിയ പ്രശ്നം പോലും സംഭവിക്കരുത്, അതുകൊണ്ട് ഇനി നീ എന്നെ ഒന്ന് കാണണ്ട. അങ്ങനെ ഹീറോ ഉള്ളിലേക്ക് പോവാണ്. അതിനുശേഷം വീണ്ടും പലപ്പോഴും ആ ഒരു ഫ്രണ്ട് ഹീറോയെ കാണാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഫ്രണ്ടിനെ കാണാന് ഹീറോ പോയിട്ടില്ല. കാരണം ഹീറോയ്ക്കറിയാം ചിലപ്പോൾ ഹീറോ കാരണം ഫ്രണ്ടിന്റെ ജീവിതത്തിലും ആ ഒരു പോലീസുകാരൻ കാരണം പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഹീറോയുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ആ ഒരു കാര്യമൊക്കെ നമ്മുടെ പ്രശാന്തിനോട് ഹീറോ പറഞ്ഞു കൊടുക്കാണ്. ഹീറോയുടെ അവസ്ഥ കേട്ടപ്പോൾ പ്രശാന്തിനും വല്ലാതെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ കുറച്ചു നാളിന് ശേഷം ഹീറോയെ കാണാനായിട്ട് ആ ഒരു ജയിലിലേക്ക് വരികയാണ്. ആ ഒരു ജയിലിലെ വാർഡൻ പറയുന്നുണ്ട്, കഴിഞ്ഞ 4 വർഷമായിട്ട് മോനെ നിങ്ങളെ കാണാന് ആരും വന്നിട്ടില്ലല്ലോ, എന്നാൽ ഒരു ലേഡി ആദ്യമായിട്ട് വന്നിട്ടുണ്ട്, എന്തായാലും നിങ്ങളെ കണ്ടിട്ട് പോകുന്ന പറയുന്നേ, ഒന്ന് പോയി മീറ്റ് ചെയ്ത് നോക്ക്. അപ്പൊ ഹീറോയും അല്ല ആരായിരിക്കും എന്നുള്ള ആ ഒരു കൗതുകത്തില് വേഗം പോയി നോക്കുമ്പോൾ ഒരു ലേഡി വക്കീലാണ് വന്നിട്ടുള്ളത്. അവര് പറയുന്നുണ്ട്, എന്റെ പേര് ആദ്യ എന്നാണ്, കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങളുടെ കേസ് ഞാൻ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഈ ഒരു ഫോമിൽ ഒന്ന് സൈൻ ചെയ്യേ, ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിച്ചോളാം. എന്നാലും അടുത്തൊന്നും പറയാതെ ഹീറോ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, അല്ല സൂര്യ, നിനക്ക് വേണ്ടി വാദിക്കാനല്ലേ ഞാൻ വന്നിട്ടില്ലേ, ഒന്നും പറയാതെ തിരിച്ചു പോയാലോ? അപ്പോൾ ഹീറോ ദേഷ്യത്തില് കഴിഞ്ഞ 5 വർഷമായിട്ട് എപ്പോഴാ ഈ ജയിലിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ഇനി എങ്ങാനും ഞാൻ പുറത്തിറങ്ങിയാല് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ആ പോലീസുകാരനെ കൊല്ലും, എന്നിട്ട് സമാധാനത്തില് ഈ ജയിലിൽ വന്ന് കിടക്കും. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, അല്ല സൂര്യ, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടുന്നോണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല, എപ്പോഴും സമാധാനത്തിൽ ചിന്തിക്കണം. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഹീറോയുടെ മൈൻഡിലൂടെ തന്റെ അച്ഛനും ഇതേ വാക്കുകൾ പറഞ്ഞ ആ ഒരു ഓർമ്മ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യ, നിന്റെ ലൈഫ് നശിപ്പിക്കാന് നീയായിട്ട് നിയമം കയ്യിലെടുക്കണ്ട. ഈ നാട്ടില് നിയമമില്ലേ, നിയമം കൊണ്ട് തന്നെ അവന് വേണ്ട ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഹീറോ, എന്നെപ്പോലെ ആരും ഇല്ലാത്ത ആൾക്ക് ഈ ഒരു നാട്ടില് സഹായത്തിന് നിയമമൊക്കെ ഉണ്ടോ? അപ്പൊ ആദ്യ, നിയമമുണ്ട്. സെക്ഷൻ 211, അതായത് ആരുടെയെങ്കിലും പേരില് അവര് ചെയ്യാത്ത കുറ്റം ചാർത്തിയിട്ട് അവരെ ജയിലിലേക്ക് അടച്ചു കഴിഞ്ഞാല് അവർക്ക് ജാമ്യം കിട്ടിയാല് അവര് ആദ്യം ചെയ്യേണ്ടത് സെക്ഷൻ 211 കേസ് രജിസ്റ്റർ ചെയ്യലാണ്. അതിനുശേഷം ആ ഒരു സെക്ഷൻ വെച്ച് നമുക്ക് വാദിക്കാം. ആരാണോ നമ്മുടെ മേലെ കുറ്റം ചാർത്തിയത്, നിന്റെ കേസില് ആ ഒരു പോലീസുകാരനല്ലേ, അപ്പോ അത് നമുക്ക് തെളിയിക്കാൻ പറ്റിയാല് എത്ര വർഷം നീ ജയിലിൽ ശിക്ഷ അനുഭവിച്ചോ അതിന് തുല്യമായ ശിക്ഷ ആ ഒരു പോലീസുകാരനും നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റും, അവനെയും ജയിലിൽ അടയ്ക്കാൻ പറ്റും. അതാണ് ഈ ഒരു സെക്ഷന്റെ ബെനിഫിറ്റ്. അപ്പൊ ഹീറോയും പറയുന്നുണ്ട്, ഇങ്ങനെയൊരു സെക്ഷൻ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിയമത്തിന്റെ വഴി തന്നെ നോക്കിക്കളയാം, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഹീറോയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ആ ഒരു ഫോം നമ്മുടെ വക്കീൽ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്, അതിൽ സൈൻ ചെയ്യാണ്. അങ്ങനെ ആദ്യ ഹീറോയുടെ ജാമ്യം റെഡിയാക്കിയിട്ട് ഹീറോയെ ജയിലിൽ നിന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് നോക്കുമ്പോൾ ജയിലിലെ ഹീറോ പൊരിഞ്ഞ ഫൈറ്റിലാണ്. നോക്കുമ്പോൾ 3-4 കുറ്റവാളികൾ ഹീറോ എടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. എന്നാൽ ഹീറോയും അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോയോട് ചുറ്റിലുള്ള എല്ലാ ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ പ്രശാന്തും പറയുന്നുണ്ട്, ഇപ്പോ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്, നിനക്ക് കിട്ടാൻ പോകുന്ന ജാമ്യം ചിലപ്പോൾ റദ്ദാക്കി കളയും. ആ ഒരു വാർഡനില്ലേ അങ്ങേരും പറയുന്നുണ്ട്, സൂര്യ ഫൈറ്റ് ചെയ്യാല്ലേ, നിന്റെ പേരില് വീണ്ടും ഓരോ കേസുകൾ ചാർത്തിയിട്ട് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ നീ കുടുങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ വക്കീൽ ആദ്യല്ലേ അവള് പറയുന്നുണ്ട്,
എനിക്കും അത് തന്നെയാ വേണ്ടേ. അത് കേട്ടപ്പോ ആ ഒരു ജയിലിലെ എല്ലാ ആളുകളും ഷോക്കായി പോവാണ്. പ്രശാന്തും ചോദിക്കുന്നുണ്ട് കൂടെ നിന്ന് കുഴി തോണ്ടിയിരുന്നോ. എന്നാൽ ഒന്നും മറുത്ത് പറയാതെ ആദ്യം അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ പ്രശാന്ത് ജയിലിൽ നിന്ന് റിലീസ് ആവാണ്. അപ്പോ പ്രശാന്തിനെ കൂട്ടാന് നമ്മുടെ വക്കീല് ആദ്യം വരുന്നുണ്ട്. അപ്പോ പ്രശാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചിയല്ലേ എന്നോട് ജയിലിലേക്ക് പോകാനും സൂര്യയുടെ ഇമോഷൻ എന്താണ്, യഥാർത്ഥത്തില് അവൻ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ, അവനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞേ. അത് മാത്രല്ല ജയിലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഈ ഒരു ബട്ടൺ ക്യാമറയില് റെക്കോർഡ് ചെയ്യാനും പറഞ്ഞില്ലേ. ചേച്ചി പറഞ്ഞ പോലെ ഞാനെല്ലാം അതുപോലെ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവസാനം സൂര്യക്ക് ചേച്ചി ബെയില് വാങ്ങിക്കൊടുത്ത് അവനെ രക്ഷപ്പെടുത്താൻ പുറത്തേക്ക് കൊണ്ടുവരുന്ന കരുതുമ്പോ അവൻ ഇനി ജീവിതകാലം മുഴുവനായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അല്ല എന്താ ഇനി ചേച്ചി ചെയ്യാൻ പോന്നേ? എന്തെങ്കിലും പ്ലാന് ചേച്ചി വെച്ചിട്ടുണ്ടോ? അപ്പോ ആദ്യം പറയുന്നുണ്ട്, നീ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തില്ലേ ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡിയിലൂടെ, അത് നീ അപ്ലോഡ് ചെയ്യേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോ പ്രശാന്തിന്റെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട്. അപ്പോഴാണ് എന്ത് വീഡിയോ ആണ് പ്രശാന്ത് റെക്കോർഡ് ചെയ്തതെന്ന് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ഹീറോ ജയിലിൽ നിന്ന് റിലീസ് ആകാൻ പോകുന്ന ആ ഒരു സന്തോഷത്തില് കൈയും ഫേസൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുമ്പോ പ്രശാന്ത് ചോദിക്കുന്നുണ്ട്, ആഹാ പുറത്തിറങ്ങുന്ന സന്തോഷത്തിലാണല്ലോ, ഇവിടത്തെ ഫുഡ് കഴിച്ചിട്ട് നാവൊക്കെ മരവിച്ച് പോയിട്ടുണ്ട്. പുറത്തിറങ്ങി ഉടൻ തന്നെ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് വയറ് നിറച്ച് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോഴാണ് ഹീറോയുടെ അരികിലേക്ക് ഏതോ ഒരു കുറ്റവാളി വന്നിട്ട് അയാള് സ്വന്തം ശരീരത്തിന് മുറിവേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സൂര്യ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? എന്നാല് എന്താണ് സംഭവിക്കുന്നതെന്ന് ഹീറോയ്ക്കും പ്രശാന്തിനും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് വീണ്ടും 2-3 കുറ്റവാളികൾ വന്നിട്ട് അവരെ ഹീറോ ഉപദ്രവിച്ച പോലെ അവര് സ്വന്തം ശരീരത്തിന് മുറിവേൽപ്പിക്കുന്നത്. എന്നിട്ട് ഹീറോയാണ് അവരെ ഉപദ്രവിച്ചെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവര് ഹീറോയെ ആക്രമിക്കുകയാണ്. അങ്ങനെ ജയിലിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രശാന്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബട്ടൺ ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുടൻ തന്നെ അത് കീറിയും കൊളുത്താണ് എല്ലാ ന്യൂസിലും ഹീറോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നിരപരാധിയെ ഉപദ്രവിക്കാന് ആരൊക്കെ ചേർന്നിട്ട് ചതിക്കുഴികള് സെറ്റ് ചെയ്തതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ച പ്രശാന്ത് കണ്ടപ്പോ ആദ്യം ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചിക്ക് നേരത്തെ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ആദ്യം എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു ആ ഒരു ജയിലിലെ കാര്യങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞില്ലേ. അപ്പൊ തന്നെ സൂര്യയുടെ മേലെ ആരോ ഫ്രെയിം ചെയ്ത കേസാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഹീറോയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇങ്ങനെയൊരു ന്യൂസ് വന്നുകൊണ്ട് ഇനി എന്തും മാറ്റാൻ സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ ആദ്യം ഇനിയിപ്പോ നാട്ടില് ഇതായിരിക്കും പ്രധാന ചർച്ച. അവസാനം കോടതിയുടെ ചെവിയിലും ഈ ഒരു വാർത്തയെത്തും. ഓൾറെഡി സൂര്യക്ക് ബെയിലിന് ഞാൻ അപേക്ഷിച്ചിട്ടില്ലേ, ഈ ഒരു തെളിവ് വെച്ചിട്ട് അവന് ഈസി ആയിട്ട് നമുക്ക് ബെയില് വാങ്ങിയെടുക്കാൻ പറ്റും. അത് മാത്രല്ല സൂര്യയുടെ കേസില്ലേ അത് കോടതി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണും. ഏറ്റവും വേഗം തന്നെ ആ ഒരു കേസിന്റെ വാദം പൂർത്തിയാക്കാൻ ഒരു ഓർഡർ പാസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാവുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ സൂര്യക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റും. അടുത്ത സീനില് നമ്മുടെ പോലീസുകാരൻ കിഷോറിലെ അങ്ങേര് നമ്മുടെ ഹീറോ അടച്ചിട്ടുള്ള ആ ഒരു ജയിലിലെ ജയിലർ വിളിപ്പിക്കുകയാണ്. അതായത് ഇങ്ങേര് കിഷോറിന്റെ ഫ്രണ്ടാണ്. ദേഷ്യത്തില് കിഷോർ ചോദിക്കുന്നുണ്ട്, എന്താടോ നിന്റെ ജയിലിൽ സംഭവിക്കുന്നത്? ഏതോ ഒരുത്തൻ ജയിലിലേക്ക് വന്നിട്ട് സൂര്യയെ ഹെൽപ്പ് ചെയ്യാന് കുറെ വിഷ്വൽസ് റെക്കോർഡ് ചെയ്തു പോയില്ലേ? അവനെ വെറുതെ വിട്ടാല് അവൻ ആ ജയിലിൽ കടക്കില്ലായിരുന്നോ? വെറുതെ ഇരുന്നവനെ എന്തിനാ വെറുതെ ചൊറിയാൻ നിന്നേ? അപ്പോ ജയിലർ പറയുന്നുണ്ട്, അവനെ പുറത്തിറക്കാന് ബെയിലിനെ അപേക്ഷിച്ചപ്പോ ഇനി എങ്ങാനും അവൻ പുറത്തു വന്നു കഴിഞ്ഞാല് നിനക്കെതിരെ തിരിയൊന്ന് ഭയന്നിട്ടാ അവൻ ഒരിക്കലും പുറത്ത് വരാതിരിക്കാന് ഞാനൊരു ചെറിയ പണി സെറ്റ് ചെയ്തത്. എന്നാല് അവസാനം ഞാൻ പ്ലാൻ ചെയ്തത് എനിക്ക് തന്നെ തിരിഞ്ഞു കുത്തി. അപ്പോ കിഷോർ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നാളെ മുതല് ജയിലില് പല ആളുകൾ വരും. ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് ഇനിയിപ്പോ ആരൊക്കെ വന്ന് നിന്നോട് എന്തൊക്കെ ചോദിച്ചാലും നീ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇനി എങ്ങാനും നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്ന് എനിക്ക് എന്തെങ്കിലും പണി കിട്ടും തോന്നിയാല് പിന്നെ ജയിലറെ നിന്നെ ഫ്രണ്ടാന്ന് ഞാൻ നോക്കൂല, നിന്നെ ഞാനങ്ങ് തീർത്ത് കളയും. അടുത്ത സീനില് നമ്മുടെ ഹീറോയുടെ കേസിലെ കോടതിയില് വാദത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോ ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്, സൂര്യ തന്നെയാണ് ആ ഒരു വക്കീലിനെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയെന്ന് എല്ലാ തെളിവും ഓൾറെഡി സബ്മിറ്റ് ചെയ്തതാണ്. ഇത്തരത്തോളം ക്രിമിനൽ വാസനയുള്ള ഒരാളെ പുറത്തു വിടുന്നത് ഒരിക്കലും സേഫ് അല്ല. അപ്പോ നമ്മുടെ വക്കീല് ആദ്യയില്ലേ അവർ എഴുന്നേറ്റ് പറയുന്നുണ്ട്, സൂര്യ കൊലപാതകം ചെയ്യാന് 10 ലക്ഷം രൂപ പാരിതോഷികം വാങ്ങിയെന്നൊക്കെ പറയുന്നില്ലേ? എന്നാൽ ആ ഒരു 10 ലക്ഷം എവിടുന്ന് വന്നു, ആര് കൊടുത്തു, ആർക്ക് വേണ്ടിയിട്ടാണ് ആ വക്കീലിനെ കൊലപ്പെടുത്തിയത്, അതൊന്നും ഇതുവരെയായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഇത്ര നാളായിട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല? കൊലപാതകം ചെയ്ത ആളെ കണ്ടെത്തിയിട്ടുണ്ട്, എന്നാൽ കൊലപാതകം ചെയ്യാന് പ്രേരിപ്പിച്ച ആളില്ലേ, അയാളെവിടെ? അപ്പോ ജഡ്ജി നമ്മുടെ കിഷോറോട് ചോദിക്കുന്നുണ്ട്, അല്ല അതൊരു വാലിഡ് ചോദ്യമാണല്ലോ, ആർക്ക് വേണ്ടിയിട്ടാ സൂര്യ കൊലപാതകം ചെയ്തേ? അപ്പൊ കിഷോർ, സാറേ അത് അന്വേഷണത്തില്ല. ആഹാ കൊള്ളാലോ, 5 വർഷമായിട്ട് നീ അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്നാല് കിഷോറിന് മറത്ത് എന്താണ് പറയണെന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മുടെ വക്കീല് ആദ്യം പറയുന്നുണ്ട്, പിന്നെ സൂര്യയാണ് ആ ഒരു വക്കീലിനെ കൊലപ്പെടുത്തിയെന്ന് ഇവര് വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു CCTV വിഷ്വൽസ് അല്ലേ? എന്നാൽ ആ ഒരു വിഷ്വൽസ് ചെക്ക് ചെയ്യുമ്പോൾ 3 സ്ഥലങ്ങളിലും ആ ഒരു വക്കീലിന്റെ പിന്നിലുള്ള ഹീറോ ഒരേ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. എന്നാൽ വക്കീലിനെ കൊലപ്പെടുത്തിയ സമയത്ത് ഹീറോ ധരിച്ചിരുന്നതായിട്ട്
ആയിട്ട് പോലീസ് സബ്മിറ്റ് ചെയ്ത ഒരു ഡ്രസ് ഉണ്ട്. അത് വേറെ ഏതോ ഒരു ഡ്രസ്സാണ്. അതായത് കൊല്ലാൻ നേരത്ത് ഹീറോ എന്താ ഡ്രസ്സ് മാറ്റിയതാ. ആ ഒരു ഷർട്ട് അത് എന്റെ കക്ഷിയുടേതേ അല്ല. പോലീസ് ഫേക്ക് ആയിട്ട് എവിഡൻസ് ക്രിയേറ്റ് ചെയ്തതാണ്. അത് മാത്രല്ല എന്റെ കക്ഷിയുടെ ഷർട്ടിന്റെ സൈസ് അത് L ആണ്. എന്നാൽ പോലീസ് സബ്മിറ്റ് ചെയ്തില്ലേ ആ ഒരു ഷർട്ടിന്റെ സൈസ് XXL ആണ്. അത്രയും വലിയ ആന ഷർട്ട് എന്റെ കക്ഷിക്ക് എങ്ങനെ സെറ്റ് ആവുക? അത് മാത്രല്ല സൂര്യ കൊലപാതകം ചെയ്യുന്നത് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞ ഒരു സാക്ഷിയെയും പോലീസ് സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോ അങ്ങേരെ എനിക്കൊന്ന് ചോദിക്കണം. എന്നിട്ട് അയാളോട് ആദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു കൊലപാതകം നേരിട്ട് കണ്ടിരുന്നോ? അപ്പോ അയാളും പറയുന്നുണ്ട്, അവൻ കുത്തി കൊലപ്പെടുത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. അപ്പൊ ആദ്യ അല്ല, നിങ്ങൾ കണ്ണട വെച്ചിട്ടാണോ കണ്ടത് അല്ലെങ്കിൽ കണ്ണട വെക്കാതെയാണോ കണ്ടത്? അപ്പൊ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ചെറുപ്പം മുതലേ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഗ്ലാസ് വെക്കാതെ എനിക്ക് ബാത്റൂമിലേക്ക് പോലും പോകാൻ പറ്റാറില്ല. അപ്പൊ ആദ്യ നോട്ട് ദിസ് പോയിന്റ് ഓർഡർ. അന്ന് ആ ഒരു വക്കീല് കൊല്ലപ്പെട്ട ദിവസമില്ലേ, അന്ന് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമരത്തിനിടെ പ്രശ്നം നടന്നിട്ട് അവസാനം പോലീസ് ലാത്തി വീശിയിട്ടുണ്ട്. അങ്ങനെ കുറെ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അതിനിടയിൽ ഇങ്ങേരുടെ കണ്ണട തെറിച്ച് വീണിട്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അന്ന് രാത്രിയാണ് ഇയാളെ റിലീസ് ചെയ്യുന്നത്. അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ ഇയാൾ പോയിട്ടൊരു ഒപ്റ്റിക്കലില് ഗ്ലാസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു കണ്ണട 2 ദിവസത്തിന് ശേഷം മാത്രമാണ് അങ്ങേർക്ക് കൊടുത്തത്. അതിന്റെ ബില്ലാണെന്നും പറഞ്ഞ് ഹീറോയിൻ എവിഡൻസും സബ്മിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് കണ്ണട വെക്കാതെ ബാത്റൂമിലേക്ക് പോലും പോകാൻ പറ്റില്ല. പിന്നെ കണ്ണട വെക്കാതെ എങ്ങനെയാണ് അർദ്ധരാത്രി അതുപോലൊരു കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ടാവുക? അതുമാത്രല്ല ആ ഒരു കൊലയാളി അത് എന്റെ കക്ഷിയായ സൂര്യയാണെന്ന് എങ്ങനെയാണ് ഇയാൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുക? ഒരു സാധ്യതയില്ല. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള പല എവിഡൻസും നമ്മുടെ ആദ്യം സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ കിഷോറിനോ അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറിനോ മറുത്തൊന്നും പറയാൻ പറ്റാതെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും എവിഡൻസ് ഓൾറെഡി ആദ്യം സബ്മിറ്റ് ചെയ്തില്ലേ, അതിലും വേറെ ലെവൽ എവിഡൻസ് അടുത്ത് സബ്മിറ്റ് ചെയ്യാണ്. അതിനായിട്ട് നമ്മുടെ വക്കീലിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു ഡോക്ടറോട് അല്ല എങ്ങനെയാണ് ആ വക്കീല് കൊല്ലപ്പെട്ടെന്ന് ചോദിച്ചപ്പോ കൊല്ലപ്പെട്ട വക്കീലിന്റെ ശരീരത്തിലെ ആഴത്തിലുള്ള 3 കത്തി കുത്തുകളുണ്ടായിരുന്നു. അങ്ങനെ രക്തം വാർന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ ആദ്യ അല്ല ആ ഒരു കത്തിയില് ഒരാളുടെ വലത് കൈയുടെ രേഖയാണോ അല്ലെങ്കിൽ ഇടത് കൈയുടെ രേഖയാണ് ഉണ്ടായിരുന്നത്? അതായത് കൊലയാളി വലത് കൈയനാണോ അല്ലെങ്കിൽ ഇടത് കൈയനാണെന്നാണ് ചോദ്യം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഉറപ്പായിട്ടും വലത് കൈയുടെ രേഖയായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യമില്ലേ നമ്മുടെ ഹീറോയുടെ കൈപ്പത്തിയുടെ ഒരു എക്സ്റേ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കാണ്. അതിൽ ഹീറോയുടെ ഒരു വിരലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ ക്യാച്ച് പിടിച്ചപ്പോൾ സംഭവിച്ചാണ്. എന്നാൽ അതിനുശേഷം പതിയെ ആ ഒരു ഒടിവ് ശരിയായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് വലത് കൈവച്ചിട്ട് ഒരു വസ്തുവിനെ സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ പറ്റില്ല. അത് തെളിയിക്കുന്ന റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈക്കൊരു അവസ്ഥയുള്ള എന്റെ കക്ഷി എങ്ങനെയാണ് 3 പ്രാവശ്യം ഒരു കത്തി സ്ട്രോങ് ആയിട്ട് പിടിച്ച് അത്ര ആഴത്തിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്തുക? അതായത് എന്റെ കക്ഷിയുടെ മേലെ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും അത് ഫ്രെയിം ചെയ്തുണ്ടാക്കിയതാണ്. ചെയ്യാത്ത കുറ്റത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് നിരപരാധിയായ എന്റെ കക്ഷി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ എവിഡൻസും നമ്മുടെ ജഡ്ജി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം നമ്മുടെ ഹീറോയുടെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. അങ്ങനെ ഹീറോയെ റിലീസ് ചെയ്യുന്നുണ്ട്. നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ ഹീറോയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പോലീസുകാരൻ കിഷോറില്ലേ അയാൾ പുറത്ത് വെക്കുന്നുണ്ട്. ഹീറോയുടെ രക്തം തളച്ചിട്ട് അവനെടുത്ത് പഞ്ഞി കിട്ടണമെന്നുള്ള ദേഷ്യത്തിൽ അയാളുടെ അരികിലേക്ക് പോണ്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വരികയാണ്. ദേഷ്യം കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. എപ്പോഴും സമാധാനത്തില് ചിന്തിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുക. അപ്പോൾ എപ്പോഴും വിജയം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഇപ്പോ ഞാൻ ആ പോലീസിന്റെ കയ്യിൽ കൈവച്ചാല് ഉറപ്പായിട്ടും വീണ്ടും ജയിലിലേക്ക് പോകും. എന്നാല് അവൻ അർഹിച്ച ശിക്ഷ അവന് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നേടിക്കൊടുക്കാന്ന് കരുതിയിട്ട് ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ ഹീറോയ്ക്ക് വീട്ടിലെത്തിയിട്ടും സമാധാനമില്ല. തനിക്ക് ആകെ ഉണ്ടായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകള് ഹീറോയെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹീറോ നേരെ തന്റെ പ്രണയനായിരുന്ന മീനാക്ഷിയെ കാണാൻ പോവാണ്. അപ്പോ മീനാക്ഷിക്ക് ഒരു കുഞ്ഞി മീനാക്ഷി ഉണ്ട്. ആ ഒരു കുഞ്ഞു പെൺകുട്ടിയെടുത്ത് താലോലിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് നേരെ പോകുന്നത് ഹീറോ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ആ ഒരു വക്കീലിലെ അങ്ങരുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് വക്കീലിന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ ഞാനല്ല കൊലപ്പെടുത്തിയേ. അല്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അപ്പോ അവര് പറയുന്നുണ്ട്, ഞാനെന്തിനാ പറയുന്നേ, എനിക്ക് പകരല്ലേ എന്റെ മകള് ആദ്യം വന്നിട്ടുള്ളത്, അവള് നോക്കിക്കോളും. അവളുടെ അച്ഛന്റെ മരണത്തില് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് അവൾക്ക് കുറെ നാളായിട്ട് നല്ല സംശയം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ ഹീറോ വല്ലാതെ ഷോക്കായി പോണേ. അതായത് കൊല്ലപ്പെട്ട വക്കീലില്ലേ കൃഷ്ണദാസ്, അദ്ദേഹത്തിന്റെ മകള് തന്നെയാണ് നമ്മുടെ ആദ്യ. അപ്പോ ഹീറോയ്ക്ക് വല്ലാതെ ഹാപ്പി ആവാണ്. അങ്ങനെ നേരെ നമ്മുടെ വക്കീല് ആദ്യം മീറ്റാണ്. അവരോട് താങ്ക്സും പറഞ്ഞിട്ട്, അല്ല മേഡം, നമ്മൾ എപ്പോഴാണ് 211 കേസ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ അച്ഛനെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയത് ആരാണ് നമുക്ക് കണ്ടെത്തണ്ടേ? അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, വൈകിപ്പിക്കണ്ട, നമുക്ക് വേഗം തന്നെ 211 രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് വാദവും തുടങ്ങിക്കളയാം. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, മേഡം നമ്മൾ ഇപ്പൊ തന്നെ പോയിട്ട് 211 സബ്മിറ്റ് ചെയ്യണോ?
കാരണം ആ ഒരു പോലീസുകാരൻ ചിലപ്പോൾ നല്ല കോൺഷ്യസ് ആവും. ഉറപ്പായിട്ടും ആ ഒരു പോലീസുകാരന്റെ പിന്നിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആരോ ഉണ്ട്. നമ്മൾ കേസിന്റെ വാദം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നും ചെയ്യാൻ പറ്റരുത്. അവനെ അങ്ങനെ പൂട്ടണം. അതിന് എല്ലാ എവിഡൻസും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യണം. അങ്ങനെ അവരെ ആദ്യം പൊക്കാൻ പോകുന്നത് നമ്മുടെ ഹീറോയാണ് കൊലപാതകം ചെയ്തതെന്ന് സാക്ഷി പറഞ്ഞൊരു കണ്ണാടിയില്ലേ, അങ്ങേരെ ഫോളോ ചെയ്യാണ്. ഇയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാള് ഫുൾ ടൈം തന്നെയാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാല് പിന്നെ അങ്ങേര് തോണിയിലായിരിക്കും. അങ്ങനെ അയാളെ തട്ടിക്കൊണ്ടുവന്നിട്ട് മുമ്പിലൊരു കുപ്പി വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാള് നിങ്ങളെന്താ എന്നെ തട്ടിക്കൊണ്ടുവന്നതാ, നിങ്ങൾക്ക് എന്ത് ശിക്ഷ കിട്ടാൻ പോകുന്നറിയോ? എന്നാലും മുമ്പിലുള്ള ആ ഒരു കുപ്പിയില്ലേ, അത് നമ്മുടെ കണ്ണാടിക്ക് അടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് മുഴുവനായിട്ട് എടുത്ത് കമത്താണ്. അപ്പോ പതിയെ ഹീറോ ചോദിക്കുന്നുണ്ട്, ശരിക്ക് ആ വക്കീലിനെ കൊലപ്പെടുത്തിയാരാ? അപ്പൊ ആ ഒരു മദ്യത്തിന്റെ ബോധയില് അയാള് എല്ലാ സത്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ കണ്ണാടി സാക്ഷിയില്ലേ, ഇങ്ങനെ പോലീസുകാരൻ കിഷോറിന്റെ ഒരു വിശ്വസ്തനാണ്. അയാളെ കൊണ്ട് 2 റൗഡികളെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് നിങ്ങളുടെ പേരിൽ ഇപ്പോൾ കുറേയധികം കേസുകളില്ലേ, ആ ഒരു കേസൊക്കെ നാളെ മുതൽ നിങ്ങളുടെ പേരിൽ ഉണ്ടാവില്ല. അതിന് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത് ആ ഒരു വക്കീലില്ലേ രാജഗോപാല്, അങ്ങനെ തീർത്തു തരിക. എന്നാൽ ഒരു കാരണവശാലും പോലീസിൽ പിടികൊടുക്കാൻ പാടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അന്ന് രാത്രി തന്നെ ആ 2 റൗഡികൾ പോയിട്ട് വക്കീല് രാജഗോപാലിനെ കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷം നമ്മുടെ കണ്ണാടിയിലെ അങ്ങേരോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ നീ ചെയ്തു തരേണ്ടത് നമ്മുടെ ഭരണകക്ഷിയിലുള്ള മന്ത്രി ഇറക്കാനായിട്ട് ചില ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമരത്തില് ചെറിയ പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ ആ ഒരു സമരം കോളാക്കി മാറ്റുക. അപ്പോ കണ്ണാടിയും ആ ഒരു സമരത്തിലേക്ക് പോയിട്ട് കാവൽ നിന്നിട്ടുണ്ടായിരുന്ന പോലീസിന്റെ തലയിലേക്ക് കല്ല് വലിച്ചെറിയാണ്. പോലീസ് പിന്നെ നോക്കി നിൽക്കുക. ആ ഒരു സമരം നടത്തിയ എല്ലാ ആളുകളെയും അടിച്ചു പിഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ കണ്ണാടിയുടെ ആ ഒരു ഗ്ലാസ് തെറിച്ച് താഴെ വീഴുന്നതും പൊട്ടിപ്പോകുന്നതും. ആ ഒരു റൗഡികള് വക്കീല് രാജഗോപാലിനെ കൊലപ്പെടുത്തിയില്ലേ, അതിനുശേഷം അവരെ സേഫായിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയത് നമ്മുടെ കണ്ണാടിയാണ്. അവർക്ക് വേണ്ട ഫുഡും സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തതും ഇങ്ങേര് തന്നെയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കണ്ണാടി പോകാൻ ഇറങ്ങിയപ്പോ അവര് ചോദിച്ചത്, അല്ല ഇത്രയൊക്കെ സഹായം ചെയ്തിട്ട് ഒരു ചെറുത് കഴിക്കാതെ പോയാലെങ്ങനെയാ? എന്നാൽ അങ്ങേർക്കറിയാം എങ്ങാനും കുറച്ച് ഉള്ളിൽ പോയാല് എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങാണ്. എന്നാല് അവര് നിർബന്ധിച്ചപ്പോ നമ്മുടെ കണ്ണാടി പോയിട്ട് 2 അടിക്കുകയാണ്. ഉള്ളിലേക്ക് മദ്യം ചെന്നപ്പോ എല്ലാ സത്യം പുറത്തു വരാൻ തുടങ്ങി. നിങ്ങളെ 2 പേരെയും കാണുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. പോലീസുകാരൻ കിഷോറില്ലേ, അയാള് നിങ്ങളെ കൊണ്ട് ആ ഒരു വക്കീലിനെ തീർത്തു കളഞ്ഞു. അതിനുശേഷം പോലീസിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് നിങ്ങളെ 2 പേരെയും തീർക്കാനാണ്. നിങ്ങള് 2 പേരും പാവങ്ങളായിപ്പോയല്ലോ. ഇനിയിപ്പോ അവരവിടെ ഇരിക്കുകയോ, അവര് ജീവനും കൊണ്ട് അവിടെ നോടി തള്ളുന്നുണ്ട്. ആ ഒരു റൗഡികള് രക്ഷപ്പെട്ടു പോയ കാര്യം കിഷോർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി കിഷോർ പ്ലാൻ ചെയ്ത് എന്താന്ന് വെച്ചാല് അവരെ 2 പേരും കൊലപ്പെടുത്തിയിട്ട് വക്കീലിന്റെ കൊലയാളികളെ പിടിക്കാൻ ശ്രമിച്ചപ്പോ അവര് രക്ഷപ്പെടാൻ നോക്കി. അപ്പോ ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണെന്ന് കേസ് ക്ലോസ് ചെയ്യാനാണ്. ഇപ്പോൾ അവര് രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വക്കീലിന്റെ പിന്നാലെ അവിചാരിതായിട്ട് നമ്മുടെ ഹീറോ പോകുന്നത്. കിഷോർ കാണുന്നതും ഈ ഒരു കേസിൽ ഹീറോയെ ഫ്രെയിം ചെയ്യുന്നതും. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അയാൾ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോനായിട്ടുള്ള ആദ്യം ചോദിക്കുന്നുണ്ട്, നാളെ കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറയോ? അപ്പോൾ അയാള് പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നാളെ എങ്ങാനും താൻ വന്നിട്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ തനിക്കറിയാലോ, എനിക്ക് ഈ ജയില് അത്ര പുത്തരിയൊന്നുമല്ല. നിന്നെ തീർത്തിട്ടായിരിക്കും ഞാൻ പിന്നെ ജയിലിലേക്ക് പോകാൻ പോകുന്നത്. പേടിച്ചിട്ട് കണ്ണാടി പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും വന്ന് പറഞ്ഞേക്കാം. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം കോടതിയിലെ വാദം സ്റ്റാർട്ടാവാണ്. ഇപ്രാവശ്യം നമ്മുടെ പോലീസുകാരന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ്. അങ്ങേര് ജഡ്ജിനോട് പറയുന്നുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീല് മരണപ്പെടുമ്പോൾ അതിന്റെ സ്ട്രെസ് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേലെ ആയിരിക്കില്ലേ. അപ്പോൾ പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് ചിലപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ചില സമയത്ത് അതിലൊരു മിസ്റ്റേക്ക് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചൊരു മിസ്റ്റേക്ക് മാത്രമാണിത്. അതിന് മുഴുവനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ ഹീറോൻ ആദ്യ ജഡ്ജിനോട് പറയുന്നുണ്ട്, സാറ് അദ്ദേഹത്തിന്റെ ഊഹങ്ങൾ അങ്ങ് തട്ടിവിടാണ്. എന്നാൽ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വ്യക്തമായിട്ടുള്ള സ്ട്രോങ് എവിഡൻസ് വേണം. അല്ലാതെ സാഹചര്യ തെളിവുകൾ മാത്രം പോരാ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐ വിറ്റ്നസ് എങ്കിലും വേണം. എന്നാൽ ലൈഫിൽ ഇതുവരെയായിട്ട് ഒരു ചെറിയ കേസിൽ പോലും എന്റെ കക്ഷിയായിട്ടുള്ള സൂര്യ അകപ്പെട്ടിട്ടേയില്ല. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഹിസ്റ്ററിയുള്ള ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവന്റെ തലയിൽ കുറേയധികം ഫേക്ക് എവിഡൻസ് സെറ്റ് ചെയ്തിട്ട് ഒരു കേസ് ചാർത്തി കൊടുക്കുക. എന്നിട്ട് സൂര്യയുടെ ലൈഫിൽ നിന്ന് 5 വർഷം അപഹരിച്ചെടുക്കുക. അതിന്റെ ഇടയിൽ സൂര്യയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. നിരപരാധിയായ ഒരു മനുഷ്യന് അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഇപ്പൊ അവൻ അനുഭവിച്ചിട്ടുണ്ട്. സൂര്യയുടെ നിരപരാധിത്വം തെളിയിക്കാനാണ് 211 കേസ് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് ആ സാക്ഷി കണ്ണാടി ഒന്ന് ചോദ്യം ചെയ്യണം. നോക്കുമ്പോൾ കോടതിയിലെ എവിടെയാ കണ്ണാടി കാണുന്നില്ല. നമ്മുടെ വക്കീല് വല്ലാതെ ഭീതിയിലാണ്. അപ്പോഴാണ് വക്കീലിനൊരു മെസ്സേജ് വരുന്നത്, പേടിക്കണ്ട, അവന്റെ കാര്യം തീർത്തിട്ടുണ്ട്. അപ്പോ ജഡ്ജി ചോദിക്കുന്നുണ്ട്, അല്ല നീ പറഞ്ഞ സാക്ഷി എവിടെ? അപ്പൊ ആദ്യ അങ്ങേർക്ക് എന്താ പറ്റിയെന്നറിയില്ല, കുറച്ച് ടൈം കൂടി അനുവദിച്ച് കിട്ടിയ നന്നായിരുന്നു. എന്നാൽ എതിർഭാഗം വക്കീല് അങ്ങനെ ടൈം കൊടുക്കാൻ പറ്റില്ല. എന്നാലും ജഡ്ജ് ഇവിടെ ടൈം കൊടുക്കാതിരിക്കാന് സ്ട്രോങ്
സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണവുമില്ല. അതുകൊണ്ട് 4 ദിവസം നിങ്ങൾക്ക് ടൈം അനുവദിക്കാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. അതായത് പോലീസുകാരൻ കിഷോറില്ലേ, കിഷോറിന്റെ പിന്നിലെ ശരിക്കും ആരാണല്ലോ എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് 5 വർഷം മുമ്പത്തെ മന്ത്രിയാണ്. എന്നാൽ ഇപ്പോൾ അങ്ങേര് മന്ത്രിയല്ല. അപ്പൊ ആ ഒരു മന്ത്രി പറഞ്ഞിട്ടാണ് കിഷോർ ഗുണ്ടകൾ വെച്ച് ആ ഒരു വക്കീലിനെ കൊലപ്പെടുത്തിയത്. അതുപോലെ നമ്മുടെ സാക്ഷി പറയാൻ വന്ന കണ്ണാടിയും കാണാതായിരുന്നില്ലേ, അയാളെയും മിനിസ്റ്റർ തന്നെയാണ് ആളെ അയച്ചിട്ട് കൊന്നു തള്ളിയത്. അപ്പോൾ ആ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മീഡിയയിലൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ ഹീറോയും സംഘവും കണ്ടിട്ടുണ്ട്. അപ്പൊ ഹീറോ ആകെ നമുക്കൊരു ഹോപ്പായിട്ടുണ്ടായിരുന്ന ആ ഒരു സാക്ഷിയും ഇപ്പൊ മരണപ്പെട്ടു പോയില്ലേ, ഇനി എന്താ നമ്മൾ ചെയ്യുക? ആർക്കും ഒരു മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നമുക്കിനി ഒരു വഴിയുള്ളൂ. അതായത് ആദിയുടെ അച്ഛൻ വക്കീലിനെ എന്തിനാണ് കൊലപ്പെടുത്തിയെന്നുള്ള യഥാർത്ഥ റീസൺ കണ്ടെത്തിയാൽ നമുക്ക് പല തെളിവുകളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം മുമ്പത്തെ ന്യൂസുകൾ എവിടെ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ, സോഷ്യൽ മീഡിയാസ് അതുപോലെ ഓഫ്ലൈൻ മീഡിയാസ് എല്ലാ സ്ഥലത്തുനിന്നും കളക്ട് ചെയ്യാം. 5 വർഷങ്ങൾക്ക് മുൻപ്, അതായത് നമ്മുടെ വക്കീൽ മരണപ്പെടുന്ന സമയത്ത് ഏത് കേസായിരുന്നു വളരെ വൈറലായിട്ടുണ്ടായിരുന്നത്, ആ ഒരു ന്യൂസുമായിട്ട് നമ്മുടെ പോലീസുകാരൻ കിഷോറിനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുക. അങ്ങനെയാകുമ്പോൾ വക്കീലിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോഴാണ് ഒരു ന്യൂസ് അവരുടെ കണ്ണിൽ പെടുന്നത്. അതായത് ആ ഒരു സമയത്ത് നമ്മുടെ മന്ത്രിയുടെ ഗവൺമെന്റ് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു. 200 ഏക്കറോളം സ്ഥലം പാവങ്ങൾക്ക് പതിച്ചു നൽകുക. എന്നാൽ പ്രൊസീജിയറൊക്കെ ആദ്യം നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചു നാളിന് ശേഷം ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച ആ ഒരു ലാൻഡിലെ അത് മന്ത്രിയും മന്ത്രിയുടെ ആൾക്കാരും അവരുടെ പേരിലാക്കാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ പാർട്ടികള് ഒരു സമരം തുടങ്ങി. ആ ഒരു സമരം തകർക്കാൻ തന്നെയാണ് പോലീസുകാരൻ കിഷോർ കണ്ണാടി അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമരമായിട്ട് ആദ്യം നിങ്ങളുടെ അച്ഛന്റെ മരണവുമായിട്ട് എന്തോ ബന്ധമുണ്ട്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ അച്ഛന്റെ മരണകാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കോടതി ഹീറോയിൻ ആദ്യം അനുവദിച്ച 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും വാദം ആരംഭിക്കുകയാണ്. അപ്പോൾ ജഡ്ജിനോട് ആദ്യം പറയുന്നുണ്ട്, 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രശ്നം വല്ലാതെ തീ പോലെ കത്തിയിരുന്നു. അതായത് ജനങ്ങൾക്ക് പതിച്ചു നൽകിയ 200 ഏക്കർ ലാൻഡ് ഒരു മന്ത്രി അങ്ങേരുടെ കയ്യിലാക്കാൻ ട്രൈ ചെയ്തിരുന്നു. അവസാനം പ്രശ്നം ആളി കത്താൻ തുടങ്ങിയപ്പോൾ അങ്ങേർക്ക് പിടിക്കപ്പെടുന്നുള്ള പേടി വരാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയാനാണ് അപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പല സാധാരണ ജനങ്ങളുടെയും ഒരു സഹായ കേന്ദ്രമായിരുന്ന വക്കീലിനെ കൊലപ്പെടുത്താനായിട്ട് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കേസിന്റെ ഇടയിൽ മന്ത്രി ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ ആ ഒരു സ്ഥലത്തിന്റെ കേസ് പതിയെ മുങ്ങിപ്പോവും. അതിനു വേണ്ടിയിട്ടാണ് മിനിസ്റ്റർ പോലീസുകാരൻ കിഷോറിനെ ഉപയോഗിച്ചിട്ട് വക്കീലിനെ കൊലപ്പെടുത്തുന്നത്. എന്നാൽ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട്, ഇതെങ്ങനെ വിശ്വസിക്കുക, ഈ ഒരു കേസ് വെറുതെ വഴിതിരിച്ചുവിടാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആദ്യം പറയുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവില്ലാതെ നിങ്ങൾ ഈ കേസ് എടുത്ത പോലെയല്ല ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നത്. എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അതായത് പോലീസുകാരൻ കിഷോറില്ലേ, ആ ഒരു മന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന സമയം മുതലേ എല്ലാ ദിവസവും ഒരു 5-6 പ്രാവശ്യം അങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ച് കുറെ സമയം സംസാരിക്കാറുണ്ട്. അതുപോലെ ഇപ്പോഴും ആ ഒരു കോണ്ടാക്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല മാസം മാസം കിഷോറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 6 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 5 വർഷങ്ങൾക്ക് മുൻപ് 200 ഏക്കറോളം സ്ഥലം ജനങ്ങളെ പറ്റിച്ചിട്ട് മന്ത്രി കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പകുതി സ്ഥലവും നമ്മുടെ കിഷോറിന് വേണ്ടപ്പെട്ട ആളുകളുടെയും ഫാമിലിയുടെയും കയ്യിലാണുള്ളത്. അന്ന് ഗവൺമെന്റ് ആ ഒരു സ്ഥലം ഇഷ്യൂ ചെയ്തത് പാവപ്പെട്ട ജനങ്ങൾക്കാണ്. അല്ല കിഷോർ സാറേ, നിങ്ങളൊരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ടതാ? കിഷോർ പറയുന്നുണ്ട്, അല്ല, ഞാൻ അത്യാവശ്യം സമ്പത്തുള്ള കുടുംബത്തിൽ നിന്നാ. അപ്പൊ ആദ്യം ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ, പാവങ്ങൾക്ക് ഗവൺമെന്റ് മാറ്റിവെച്ച സ്ഥലം കിഷോറിന്റെ കുടുംബത്തിന്റെ പേരിലെ എങ്ങനെ വരിക? ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പല്ലേ, നിരപരാധിയായ എന്റെ കക്ഷിയുടെ തലയിൽ ഈ ഒരു കേസ് ഇവര് ചാർത്ത് തരുമായിരുന്നു. ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സഹായമായിരുന്ന നിരപരാധിയായ ഒരു വക്കീലിനെയും ഇവര് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കേസിന് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട് മിനിസ്റ്ററും അതുപോലെ പോലീസുകാരൻ കിഷോറും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുള്ള ആ ഒരു വോയിസ് റെക്കോർഡർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിന് ട്രായോട് ആ ഒരു വോയിസ് റെക്കോർഡറിന് റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ കോടതിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരു മുൻ മന്ത്രിയുടെ വോയിസ് കോളൊന്നും സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു മന്ത്രിയും പോലീസും തമ്മിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതിപ്പോ കളക്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ജഡ്ജിന് കാര്യം കത്തിയിട്ടുണ്ട്. അതായത് ഹീറോയിൻ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ട്. അതുകൊണ്ട് ട്രയലിൽ നിന്ന് ആ ഒരു വോയിസ് റെക്കോർഡ് വാങ്ങാൻ നമ്മുടെ ജഡ്ജി അനുമതി കൊടുക്കാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ വക്കീലും പോലീസും തരിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മിനിസ്റ്റർ അറിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അടുത്ത സീനില് നമ്മുടെ ഹീറോയിനെ മിനിസ്റ്ററുടെ ആളുകള് തട്ടിക്കൊണ്ടുവരാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, മര്യാദക്ക് ഈ ഒരു കേസ് സ്വയം പിൻവലിച്ചോ, അതിന് പ്രതിഫലമായിട്ട് നിനക്ക് എത്ര കോടി വേണോ നീ ചോദിച്ചോ. അപ്പൊ ആദ്യം പറയുന്നുണ്ട്, വാങ്ങിയിട്ടില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അപ്പൊ മന്ത്രി പറയുന്നുണ്ട്,
ഒന്നും ചെയ്യില്ല മോളെ, നീ തിരിച്ചു പോയിക്കോ. അങ്ങനെ കാറിന്റെ ചാവി വാങ്ങിയിട്ട് അവൾ തിരിച്ചുവനൊരുങ്ങുമ്പോൾ നമ്മുടെ ഹീറോയെ തലകുത്തിന് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അവനെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് ശരീരത്തിൽ നിന്ന് രക്തം കുലിക്കുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ നമ്മുടെ ഹീറോയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ആ ഒരു കൊലപാതകം ചെയ്തത് ഹീറോയാണെന്ന് സമ്മതിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്ര അടി കൊണ്ടിട്ടും ഹീറോ സമ്മതിച്ചിട്ടില്ല. മന്ത്രി പറയുന്നുണ്ട്, മോളെ വക്കീലെ, നീ ഒരു കാര്യം ചെയ്യ്, ഇവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നേരെ കോടതിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്, കേസ് പിൻവലിക്ക്. ഇനിയും നിയമമാണ് നീതിയാണ് വലുതെന്നൊക്കെ പറഞ്ഞാല് പോയിട്ട് കേസ് വാദിച്ചോ, അവസാനം വാദം കഴിഞ്ഞിട്ട് ഇവന്റെ ഡെഡ് ബോഡി വാങ്ങിട്ട് പോയിക്കോ. എന്നാൽ ആദ്യക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ നേരെ കോടതിയിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യയുടെ അനിയൻ പ്രശാന്തും അതുപോലെ ഹീറോയുടെ ഫ്രണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സൂര്യയുടെ? അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ സൂര്യയെ ആ അവസ്ഥയിൽ വിട്ടിട്ട് വന്നോ? അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, ഞാൻ ഈ കേസ് പിൻവലിക്കാന്ന് കരുതിയിട്ടാ അവിടുന്ന് തിരിച്ചിറങ്ങി. എന്നാൽ അപ്പോൾ സൂര്യ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ഒരു കാരണവശാലും ഈ ഒരു കേസ് നിങ്ങൾ പിൻവലിക്കരുത്. കാരണം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ലക്ഷക്കണക്കിന് നിരപരാധികളെ ഇതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഈ ലോകത്ത് മരണം അത് പുതുമയൊന്നുമല്ലല്ലോ. നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത് ആന്ധ്രയും തെലങ്കാനയും 2 സംസ്ഥാനമായിട്ട് പിരിയാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടന്നപ്പോൾ അതിലും 150-ൽ കൂടുതൽ ആളുകൾ അവരുടെ ജീവൻ നൽകിയില്ലേ? ഒരാളുടെ ജീവൻ നൽകിയാല് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ, അവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ അതിൽ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. എന്റെ ജീവിതത്തിലെ എന്റെ ലക്ഷ്യം എന്റെ അച്ഛനെ അമ്മയെ നല്ല രീതിയിൽ നോക്കണമെന്നിരുന്നു. എന്നാൽ അവരെനിക്ക് മുമ്പേ പോയി കഴിഞ്ഞു. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഇനിയും സൂര്യയ്ക്ക് വേണ്ടി ഈ ഒരു കേസ് ഞാൻ വാദിച്ചിട്ടില്ലെങ്കിൽ അതായിരിക്കും സൂര്യയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. അപ്പോഴാണ് ആരോ സൂര്യപ്രകാശ് എന്ന് വിളിക്കുന്നത്. അല്ല, നമ്മുടെ ഹീറോ എങ്ങനെയാ കോടതിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ശരീരത്തില് മുഴുവൻ മുറിവായിട്ട് ഹീറോ കോടതിയിലേക്ക് വന്നതാണ്. അതായത് ആ ഒരു മന്ത്രിയുടെ ആളുകളില്ലേ, ഹീറോയെ കത്തിക്കൊണ്ട് കുത്തിയിട്ട് ഹീറോ മരിച്ചു എന്ന് കരുതിയിട്ട് അവര് പോയതാണ്. അങ്ങനെ ആളുകൾ തടിച്ചു കൂടാണ് നമ്മുടെ ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കോടതിയിൽ വാദം സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമ്മുടെ ആദ്യ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ട്രയലിൽ നിന്ന് വോയിസ് റെക്കോർഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ ഇതുവരെയായിട്ട് ഇവരെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇവരെ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കോടതിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാണ്. അങ്ങനെ പോലീസുകാരൻ കിഷോറിനെയും മിനിസ്റ്ററിനെയും കുറ്റവാളിയായിട്ട് കോടതി സ്ഥിരീകരിക്കുകയാണ്. മരണം വരെ ജയിൽവാസവും അവർക്ക് വിധിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയുടെ നിരപരാധിത്വം അതുപോലെ മരണപ്പെട്ട വക്കീലിന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിച്ച സന്തോഷത്തില് അവര് കോടതിയിൽ നിന്ന് തിരിച്ചു പോവാണ്. നമ്മള് പല കഥകളും കാണാറില്ലേ? കഥകൾ കാണുമ്പോൾ അതിലെ മിസ്റ്ററി എന്താണ്, അതുപോലെ കുറച്ച് എന്റർടൈൻമെന്റ് നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്താണ്? അതായത് ഇങ്ങനെ ഒരു നിയമമുണ്ട്, നിരപരാധിയായിട്ട് ആരെങ്കിലും ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടാനായിട്ട് ആ ഒരു നിയമം ഉപയോഗിക്കാം. ഈ ഒരു നിയമത്തെക്കുറിച്ച് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകാനായിരിക്കാം ഈ ഒരു പടം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലൊരു കഥയായിരുന്നില്ലേ? അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. ഇതുപോലെ അടിപൊളി കഥകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നാളെ തന്നെ നമുക്ക് മറ്റൊരു കഥയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.